إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഹിജറ വർഷം 1447 റമളാൻ 2 സൂര്യനുദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ചയിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, ഒരുപാട് ഒരുക്കങ്ങൾ നടത്തി നമ്മൾ കാത്തിരുന്ന റമളാൻ എന്ന അതിഥി നമ്മുടെ അടുക്കലേക്ക് വന്നെത്തി. ഒരു നോമ്പ് പൂർത്തിയാക്കി രണ്ടാമത്തെ നോമ്പിന്റെ പകുതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രകടമായ പല മാറ്റങ്ങളും കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച, കാത്തിരുന്ന, ഒരുപാട് ആഗ്രഹിച്ചെത്തിയ റമളാൻ അത് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. നമ്മളൊക്കെ തന്നെ പറയും, റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഓർമ്മയുണ്ട്, എത്ര പെട്ടെന്നാണല്ലേ റമളാൻ തീരാനായത്, എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞു പോയത് എന്ന് നമ്മൾ പറയാറുണ്ട്. നഷ്ടപ്പെട്ടതൊന്നും, ആ സമയങ്ങളൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. വരാനിരിക്കുന്ന ദിവസങ്ങളാകട്ടെ മഹത്വമേറിയ ദിവസങ്ങളുമാണ്. ആ ഗൗരവത്തിൽ തന്നെ, ആ രീതിയിൽ തന്നെ റമളാനെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പലപ്പോഴും കെട്ടടങ്ങി പോകാറുള്ള കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. സാധാരണ നമ്മൾ പറയും, ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഈ തള്ളും തിരക്കൊക്കെ കുറയും. പക്ഷെ ഇത് ആദ്യത്തെ ദിവസത്തെ തറാവീഹിന് ഉള്ളതിന്റെ അത്ര തന്നെ ആവേശം രണ്ടാമത്തെ തറാവി ആവുമ്പോഴേക്കുണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. വേഗത്തിൽ ആവേശം കെട്ടടങ്ങാൻ സാധാരണ 1-2 ആഴ്ചയൊക്കെ നിൽക്കും. ഇതത്രയും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.
നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിൽ, സമയക്രമങ്ങളിൽ, ഭക്ഷണക്രമങ്ങളിൽ ഒക്കെ തന്നെയും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പള്ളികൾ റമദാനിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല പിന്നീടുള്ളത്. സ്ഥിരമായി ഒന്നാമത്തെ സൊഫുകൾ ലഭിച്ചിരുന്ന ആളുകളൊക്കെ അവസാനത്തെ സൊഫിലേക്ക് തള്ളപ്പെട്ടു. ഒരു 5 മിനിറ്റ് നേരം വൈകി വന്നപ്പോഴേക്കും അവിടെ ഒരുപാട് ആളുകൾ കയറി നിന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോസിറ്റീവായ നല്ലൊരു മാറ്റമായി നമുക്ക് കാണാൻ കഴിയും, അതൊക്കെ നിലനിന്നു പോവുകയാണെങ്കിൽ. എന്നാൽ ആക്ഷേപിക്കപ്പെട്ടൊരു വിഭാഗം ആളുകളുണ്ട്. പണ്ഡിതന്മാരവരെ വിശേഷിപ്പിച്ചത് റമദാനിയുന്നാണ്. റമദാനികളായിട്ടുള്ള കുറച്ച് ആളുകൾ റമദാൻ 1 അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റമദാൻ പൂർത്തിയാകുന്നതോടുകൂടി, ശവ്വാൽ പിറവി ദൃശ്യമാകുന്നതോടുകൂടി അവരുടെ നന്മകൾ അവസാനിക്കുന്ന തരത്തിലുള്ള ആക്ഷേപിക്കപ്പെട്ട ആളുകൾ, അവരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി കാര്യമായ നിലക്കുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. റമദാൻ നമുക്ക് തരുന്നത് വലിയൊരു അവസരമാണ്. തെറ്റുകൾ തിരിച്ച് മുന്നോട്ടു പോകുവാനുള്ള, പാപങ്ങളില്ലാതാക്കാൻ നമുക്ക് അവസരങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു അവസരമാണ് റമദാൻ നമുക്ക് നൽകുന്നത്. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, തെറ്റുകുറ്റങ്ങളെ ഇല്ലാതാക്കുവാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ നമുക്ക് നൽകുന്നത്. എന്നാൽ ചില ആളുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ എന്ന് പറഞ്ഞ സംഭവം ആവർത്തിച്ച് എല്ലാ റമദാനുകളിലും കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. ഒരിക്കൽ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയപ്പോ 3 തവണ ആമീൻ പറഞ്ഞു. അപ്പോൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, സാധാരണഗതിയിൽ ഇല്ലാത്ത ഒരു ആമീൻ പറച്ചിൽ എന്താണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഞാൻ മിമ്പറിൽ കയറുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നീ ആമീൻ എന്ന് പറയണം. അങ്ങനെ 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ആ 3 പ്രാർത്ഥനകൾക്കും ഞാൻ ആമീൻ പറയുകയും ചെയ്തു. അതിലൊരു പ്രാർത്ഥന എന്താണ്? റഗിമാൻ, ഒരു മനുഷ്യന് നാശമുണ്ടാകട്ടെ എന്നാണ്. റഗിമാൻ ഫിംറഇൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ ഒരു റമളാൻ വന്നു കിട്ടി, ആ റമളാൻ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അവന് നാശമുണ്ടാകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നഖുൽ ആമീൻ, ആമീൻ എന്ന് പറ എന്ന് നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ആമീൻ പറയും. അപ്പോൾ ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അല്ലേ, ആരാ പ്രാർത്ഥിക്കുന്നത്? റൂഹുൽ അമീൻ എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുടെ നേതാവായിട്ടുള്ള വഹയിന്റെ സൂക്ഷിപ്പുകാരനായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ ആമീൻ പറച്ചിൽ അല്ലാഹു തള്ളിക്കളയും നമുക്ക് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് ഈ റമളാൻ നമുക്ക് വന്നു കിട്ടിയിട്ട് ആ റമളാൻ കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ, പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയൊരു നഷ്ടക്കാർ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അല്ലേ, ആമീൻ പറഞ്ഞ സ്ഥലേത, പ്രാർത്ഥന നടത്തിയ സ്ഥലേത, മദീനയിലെ പ്രവാചകന്റെ മിമ്പറിന് ചാരയാണ് ആ പ്രാർത്ഥന നടന്നിട്ടുള്ളത്. ഒരിക്കലും അല്ലാഹു തള്ളിക്കളയില്ല. അതുകൊണ്ട് കരങ്ങൾ റബ്ബിലേക്ക് ഉയരണം. പാപങ്ങൾ കഴുകിക്കളയാനുള്ള പാപമോചന തേട്ടങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരണം. അല്ലാഹു വിശ്വാസികളോട് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ തൗബയോടുകൂടി പാപമോചന തേട്ടങ്ങളുമായി അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ കടന്നു വരൂ. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നേക്കാം. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗ്ഗപ്പൂന്തോപ്പുകളിലേക്ക് അല്ലാഹു നിങ്ങളെ ആനയിച്ചു കൊണ്ടുപോകുന്ന. അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാൻ നാം തയ്യാറാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ഉപദേശം നൽകുന്നുണ്ട്, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം, പശ്ചാത്തപിക്കണം. കാരണം എന്താ? ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. ഞാനൊരു ദിവസം അല്ലാഹുവിലേക്ക് 100 തവണ ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെത്തുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ആരാ പറയുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കളുടെ വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടില്ലയോ എന്ന് മഹതിയായ ആയിഷ ബീവി ചോദിക്കുമ്പോ
ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് മറുപടി പറഞ്ഞ ആ പ്രവാചകൻ പോലും ഒരു ദിവസം 100-ലധികം തവണ, മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, അക്സറു മിൻ 100 മർറ, 100-ലധികം തവണ അല്ലാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, പാപമോചന തേട്ടം നടത്തുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്ര തവണ അല്ലാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി കൈകൾ ഉയർത്തേണ്ടതുണ്ട്? ചില ആളുകൾക്ക് തോന്നാം ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, കണക്കില്ലാത്ത തെറ്റുകൾ ചെയ്തു പോയി, ഞാനൊക്കെ എത്രയാണ് പാപങ്ങൾ ചെയ്തത്, അതുകൊണ്ട് എനിക്കൊക്കെ അല്ലാഹു പുറത്തു തരുമെന്നാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് മറുപടി നൽകുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട്, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ളവരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാകരുതെന്ന്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹുവിനോട് അതിക്രമം പ്രവർത്തിച്ച ആളുകളാണ്, തെറ്റുകുറ്റങ്ങൾ ധാരാളമായി ചെയ്തവരാണ്. അവരെപ്പോലും അല്ലാഹു വിളിക്കുന്ന എന്താ അറിയോ? എന്റെ ദാസന്മാരെ എന്നാണ്. എന്റെ ദാസന്മാരെ, എന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാകരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ എത്ര പാപങ്ങൾ ചെയ്തവരാകട്ടെ, എത്ര തെറ്റ് ചെയ്തവരാകട്ടെ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ എല്ലാ പാപങ്ങളും അല്ലാഹുവാണ് പുറത്തു തരാൻ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്ന കരുണാവാരിധിയായിട്ടുള്ളവനാണ്. അവങ്കലേക്ക് കൈകൾ ഉയർത്താൻ നാം മടി കാണിക്കരുത് എന്നാണ് അല്ലാഹു പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, മനുഷ്യന്മാരെ പകൽ സമയങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി രാത്രികാലങ്ങളിൽ അല്ലാഹു തന്റെ കൈകൾ നീട്ടിയിട്ടിരിക്കുന്നതാണ്. കൈകൾ ഇങ്ങനെ നീട്ടിയിരിക്കും. അതേപോലെ തന്നെ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രികാലങ്ങളിൽ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി പകൽ സമയത്തും അല്ലാഹു കൈകൾ നീട്ടിയിരിക്കും. ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിന്റെ അസ്തമയ സ്ഥാനത്ത് നിന്നും ഉദയസ്ഥാനത്തേക്ക് ഉദിച്ചുയരുന്നത് വരെ അല്ലാഹു അങ്ങനെ ഇരിക്കുന്ന, രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി കൈകൾ നീട്ടിയിരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവനുത്തരം നൽകാമെന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അല്ലാഹു തയ്യാറായിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മൾ അറിയിച്ചു, ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി, ആരെങ്കിലും തന്റെ അറിവില്ലായ്മയിൽ അലസമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആവേശത്തിന്റെ പുറത്ത് അറിയാതെ തെറ്റുകൾ ചെയ്തു പോയവരുണ്ടോ, അങ്ങനെ തെറ്റ് ചെയ്തതിന് ശേഷം അവർ പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ വഅസ്ലഹ, നന്നായി നല്ലയാളായി മാറി, ഫഇന്നല്ലാഹ യതൂബു അലൈഹി, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. എത്ര പാപമുണ്ടെങ്കിലും പുറത്തു കൊടുക്കുന്ന, എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും പുറത്തു കൊടുക്കുന്ന. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യാ ഇബ്ന ആദം, ആദമിന്റെ സന്തതികളെ, ആദമിന്റെ മക്കളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി വഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, ആദമിന്റെ മക്കളെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു, എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, നിനക്കെത്ര തന്നെ പാപങ്ങളുണ്ടായാലും എത്ര തന്നെ ആവശ്യങ്ങളുണ്ടായാലും അതെത്രയാണെന്ന് ഞാൻ പരിഗണിക്കുന്നില്ല. യാ ഇബ്ന ആദം ലൗ ബലഗത് ദുനൂബക അനാനസ്സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് മേഘപാളികളെക്കാളും തെറ്റുകൾ നിങ്ങൾ ചെയ്തവരാകട്ടെ. ആകാശത്തിന്റെ വിസ്തൃതി എത്ര, ആകാശത്തിന്റെ വലിപ്പത്ര, അത്രയും പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് എങ്കിലും സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി, എന്നിട്ടാണ് നീ എന്റെ അടുക്കൽ വരുന്നത്, തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരങ്ങളുമായാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്, എന്നോട് നീ ഇസ്തിഗ്ഫാർ തേടുന്നത് എങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരാം എന്ന് പറയുന്നൊരു റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, പാപങ്ങൾ പൊറുക്കുന്ന റബ്ബ്,
ആ റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്താൻ മടി കാണിക്കരുത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. പാപങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരുടെ സമീപനം എന്തായിരിക്കും? നമ്മളോടൊരാളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മളോടൊരാള് ഒരു അതിക്രമം പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അല്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല എന്നാണ്. അല്ലാഹു അങ്ങനെയല്ല. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത വ്യക്തി അയാൾ നന്നായി തീർന്നു, നല്ലവനായി തൗബ ചെയ്തു, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു. അല്ലാഹു പറയുന്നു ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അങ്ങനെയുള്ള ആളുകളുടെ പാപങ്ങളെ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നു. അതാണ് അല്ലാഹുവിന്റെ കാരുണ്യം. തെറ്റാണ് ചെയ്തത്, എന്നാൽ അവരുടെ പശ്ചാത്താപം കൊണ്ട്, അവരുടെ തൗബ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകളെ മായ്ച്ചു കൊടുത്ത് ഹസനാത്തുകളാക്കി കൊടുക്കുന്ന വകാനല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു എത്ര പൊറുക്കുന്നവനാണ്, എത്ര കരുണയുള്ളവനാണ്. അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യഭിചാരിണിയായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു, ഞാനൊരു വ്യഭിചാരത്തിലേർപ്പെട്ടു, എനിക്കെതിരെ ശിക്ഷ നടപ്പാക്കണം. പ്രവാചകൻ ആളുകളോട് പറഞ്ഞു, അവളൊന്ന് പരിശോധിക്ക്, എന്തെങ്കിലും മദ്യത്തിന്റെ ലഹരിയാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയാണോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവർ പറഞ്ഞു, നബിയെ, ഇന്നയാളുമായിട്ടാണ് ഞാൻ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത്, വ്യഭിചാരത്തിലേർപ്പെട്ടത്, അതിന് തെളിവുണ്ട്. അപ്പൊ നബി പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ ആ ഗർഭകാലം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അവർ ഗർഭിണിയാണ്, ഗർഭകാലം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞ ഉടനെ നബിന്റെ അടുക്കലേക്ക് വന്നു, നബിയെ, എന്റെ ശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞു. നബി പറഞ്ഞയച്ചു, ആ കുട്ടിയൊന്ന് പാലൂടിയൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അവർ വീണ്ടും തിരിച്ചുപോയി. പിന്നീട് പ്രവാചകന്റെ അടുക്കിലേക്ക് വരെ ആ കുട്ടിന്റെ കയ്യിൽ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ റൊട്ടി കഷ്ണം കൊടുത്തിട്ട്, എന്നിട്ട് നബിന്റെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, മോനെ കഴിക്ക്. അവ ആ കുട്ടി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ തെളിവുമായി പ്രവാചകന്റെ അടുക്കിലേക്ക് വരിക. നബി അവരുടെ ശിക്ഷ നടപ്പാക്കി. സാധാരണഗതിയിൽ വ്യഭിചാരത്തിലേർപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നൽകുന്ന ശിക്ഷാ നടപടികൾ അടക്കം സമാപിച്ചു. പിന്നീട് അവരുടെ മയ്യത്ത് മദീന പള്ളിയിൽ കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ മുന്നിൽ നിന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചു വലിച്ചു എന്നാണ്, നബിയെ, ഈ വ്യഭിചാരിണിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പറഞ്ഞൊരു സംസാരമുണ്ട്. ഈ പെണ്ണ് നടത്തിയതുപോലെ ഒരു തൗബ ആരെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ഈ മദീനയിലെ മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾ പൊറുക്കാൻ അത് മതിയാകുമായിരുന്നു എന്നാണ്. അതാണ് തൗബയുടെ പവർ. തെറ്റ് സംഭവിച്ചു, ആ തെറ്റുകളെ തിരുത്താൻ ഒരു മടി കാണിച്ചില്ല. ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് അവർ കരുതിയില്ല. ഒരുപാട് തവണ പ്രവാചകൻ തട്ടിമാറ്റിയിട്ടും ആ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അത്തരമൊരു തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ അവർ തയ്യാറായി. അവരുടെ ആ തോബുണ്ടെങ്കിൽ മതി ഈ മദീനയിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും പാപങ്ങൾ പൊറുക്കാൻ. അത്രയും ആത്മാർത്ഥതയുള്ള തോബയാണതെന്നാണ്. അതാ പടച്ചോന്റെ കാരുണ്യം. തെറ്റ് ചെയ്തവരോട് അള്ളാഹുവിന്റെ സമീപനം അതായിരുന്നു. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ് മനുഷ്യർ. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ മടി കാണിക്കരുത്, വൈകിപ്പിക്കരുത്. നമ്മളൊക്കെ എന്താ വിചാരിക്കുക, ഇന്നിപ്പോ 1-2 ആയിട്ടല്ലേ ഉള്ളൂ, റമദാൻ 2 ആയിട്ട് ഇനി സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവസാനത്തെ 10 വരാണ്ടല്ലോ, ഖിയാമുൽ ലൈലും നിസ്കാരങ്ങളൊക്കെ വരാണ്ടല്ലോ, അപ്പോഴൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. ആർക്കാ സമയം എഴുതി തന്നത്? ആർക്കത്ര സമയം തരാന്ന് പടച്ചോൻ പറഞ്ഞത്? അതുകൊണ്ടല്ലോ പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പശ്ചാത്താപത്തിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരണം. വേഗമാകണം. തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ തൗബ ചെയ്യണം, വൈകിപ്പിക്കാൻ പാടില്ല. ആർക്കാണ് തൗബയുള്ളത്? അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. ഇന്നമത് തൗബതു അലല്ലാഹ്. അല്ലാഹു പുറത്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ, ആർക്കാണ്? അല്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ, അറിവില്ലായ്മ കൊണ്ട് അവർ തെറ്റുകൾ ചെയ്തു പോയി. സുമ്മ യതൂബൂന മിൻ ഖരീബ്, പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രാശ്ചിത്തമായി തൗബയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു പുറത്തു കൊടുക്കുക.
ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്നാൽ ചില ആളുകളുണ്ട്, അവര് തെറ്റിങ്ങനെ ചെയ്യാൻ, തെറ്റുകൾ ആവർത്തിച്ചാവർത്തിച്ച് തെറ്റുകൾക്ക് മുകളിൽ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവരിങ്ങനെ ജീവിച്ചു പോകാൻ, അവരെ സംബന്ധിച്ചിടത്തോളം സമയമായിട്ടില്ലല്ലോ, ഇനിയുമുണ്ടല്ലോ സമയം എന്ന് വിചാരിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോകാൻ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹലറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു, വലൈസത്തി തൗബതു, അല്ലാഹു തൗബ സ്വീകരിക്കുകയേയില്ല, തൗബയില്ല. എങ്ങനെയുള്ള ആളുകളാണ്? ലില്ലദീന യഅമലൂന സയ്യിആത്ത്, തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹത്താ ഇദാ ഹലറ അഹദഹുൽ മൗത്ത്, അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം സംഭവിക്കാൻ, മരണമാസന്നമായി വരുമ്പോൾ ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്നങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്നാണ്. നിങ്ങളെ ചോക്കൂ, തെറ്റുകുറ്റങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചാവർത്തിച്ച് തെറ്റ് ചെയ്യാണ്. ആ തെറ്റിൽ നിന്ന് തിരിയാൻ അവർക്ക് സമയമായിട്ടില്ല. പക്ഷേ മരണം ഉറപ്പായ സമയത്ത് ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു, അതിന് പോലും വേണ്ട. സാക്ഷാൽ ഫിറഔൻ പോലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് പടച്ച റബ്ബ് എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. അവസാനം മരണം മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞു, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ആ പറച്ചിലുകൊണ്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. തൊണ്ടക്കുഴിയിൽ നിന്ന് മരണവെപ്രാളത്തിൽ വരുന്നൊരു ശബ്ദമുണ്ട് എന്നാണ്. മരണത്തിന്റെ വെപ്രാളത്തിൽ വരുന്നൊരു ശബ്ദം, അത് വരുന്നവരെ അല്ലാഹു തൗബ സ്വീകരിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതൊരാൾക്കും ഉറപ്പാവും ഇനിയൊരു ജീവിതമില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാനില്ല എന്ന് തോന്നുമ്പോൾ ഏത് മനുഷ്യനും പറയും. എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും എത്ര വലിയ മതനിഷേധിയാണെങ്കിലും അവൻ പറയും, ഞാനിതാ തൗബ ചെയ്യുന്നു. ആ സമയത്ത് തൗബ കൊണ്ട് കാര്യമില്ല. നേരത്തെ തയ്യാറായിരിക്കണം. ഏത് സമയത്താ നമ്മുടെ തൊണ്ടക്കുഴിയിൽ മരണം പിടിക്കാനുള്ള ആ റൂഹിനെ കൊണ്ടുപോകാനുള്ള മലക്കുകളുടെ സംഘം എപ്പോഴാ നമ്മുടെ ചാരത്തെത്താൻ നമുക്കാർക്കും പറയാൻ പറ്റൂല. അതെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാവുക. നമ്മളോട് മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ നാം പുറത്തു കൊടുക്കുക. ഇവിടെ പലപ്പോഴും അങ്ങനെ ചെയ്യാം. എന്താ പറയാ, ഞാൻ മരിച്ചാലും എന്റെ മയ്യത്ത് കാണാനോ വരരുത്, ഓനോട് ഞാൻ ഒരിക്കലും പൊറുക്കൂല. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണം, നിങ്ങൾക്ക് യാതൊരു ചിന്തയില്ലേ? അതുകൊണ്ട് വല്യഅഫു വല്യസ്ഫഹു, നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കൂ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവിയെക്കുറിച്ച്, പ്രവാചകന്റെ പ്രിയ പത്നിയെക്കുറിച്ച് മദീനയിൽ ചില ആളുകൾ ചില കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. ഒരു തോന്നിവാസം നിറഞ്ഞ കഥ. ഇത് പറഞ്ഞു പരത്തിയ ആളുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചെല്ലും ചെലവിലും ജീവിക്കുന്ന ആളാ. അയാൾക്ക് തിന്നാൻ കൊടുക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു. അങ്ങനെയുള്ള ഒരാളാണ്. ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് വലിയ വിഷമുണ്ടായി. സ്വന്തം മകളെ പറ്റിയാണ് ആക്ഷേപം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഓന് ചെലവിന് കൊടുക്കൂല, ഓനേറ്റ് ഞാൻ യാതൊരു ബന്ധമില്ല. അല്ലാഹു ആയത്തിറക്കാൻ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേന്നാണ്. അത്ര വലിയ തെറ്റൊക്കെ നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യും. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. ഒരു ദിവസം നമ്മളൊക്കെ മുന്നിൽ കാണേണ്ടതുണ്ട്. പരലോകത്ത് അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ട ഒരവസ്ഥ. ലഖദ് ജിഅ്തുമൂന ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, എപ്രകാരമാണോ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അതേപടി വസ്ത്രമില്ലാത്തവരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പില്ലാത്തവരായി പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ഓരോരുത്തരെയും വിളിച്ചിട്ട് വിചാരണ ചെയ്യുന്ന സമയം. ആ സമയത്ത് മാനം കെടുത്താതിരിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ച ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ എന്നെ മാനം കെടുത്തരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അല്ലാഹുവേ മക്കള്, സമ്പത്ത്, ഇതൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ടല്ലോ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി
അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ മാത്രം വിജയിക്കുന്ന, അവർക്ക് മാത്രം ഉപകാരമുണ്ടാകുന്നൊരു ദിവസം. ആ ദിവസത്തേക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമ്മളവിടെ എങ്ങനെ ഹാജരാക്കാന്ന് വിചാരിക്കാം. ഖിയാമത്ത് നാളിൽ ഓരോരുത്തരെയും അള്ളാഹു കൊണ്ടുവരിക. നമ്മൾ സങ്കല്പിക്കുക, ഒരു കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു. അള്ളാഹു നമ്മളെ മുൻനിർത്തിയിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഓരോരുത്തരും വിളിക്കുക, നീ ഇവിടെ വാ എന്ന് പറഞ്ഞ് പടച്ച റബ്ബിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇതേപോലെ ചോദ്യങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ച നമുക്ക് എന്താ പറയാണ്ടാവുക? അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ മാ ഖാല ലീ റബ്ബി അമസ്തഹ്യൈത തഅസീനി. അദ്ദേഹത്തിന്റെ വരികളാണ്. ഇദാ മാ ഖാല റബ്ബി, എന്നോട് എന്റെ റബ്ബ് ചോദിക്കുകയാണെങ്കിൽ അമസ്തഹ്യൈത തഅസീനി, ഏ മനുഷ്യ, നിനക്ക് എന്നെ ധിക്കരിക്കുന്നതിൽ, എന്നോട് ധിക്കാരം കാണിക്കുന്നതിൽ നിനക്കൊരു മടിയും തോന്നിയില്ലടാ, നിനക്കൊരു ഉളുപ്പുണ്ടായില്ലേ, നിനക്കൊരു ലജ്ജയുണ്ടായില്ലേ എന്ന് പടച്ചിറപ്പനോട് ചോദിച്ചാൽ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നമ്മളിവിടെ ജീവിക്കുക. നാം കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ശരീരം എല്ലാം പടച്ചിറപ്പ് തന്നതാ, എല്ലാം അള്ളാഹു തന്നതാ. ആ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും എല്ലാം ഉപയോഗിച്ച് ഈ ദുനിയാവിന്റെ പളവളപ്പുകളിൽ പടച്ച റബ്ബിനെ മറന്ന് തോന്നിവാസങ്ങൾ ചെയ്തപ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കാണ്, അനക്കിന്റെ മുമ്പിൽ വന്നിക്കാൻ ഒരു നാണോ മാനോ ഇല്ലടാ, നിനക്കൊരു ഉളുപ്പുണ്ടായില്ലടാ എന്നെ ധിക്കരിക്കാൻ, എന്റെ കൽപ്പനകളെ പുറങ്കാലി കൊണ്ട് തട്ടിമാറ്റാൻ, എന്റെ അനുഗ്രഹങ്ങൾ തിന്ന് കുടിച്ച് ആസ്വദിച്ച് ജീവിച്ചിട്ട് എന്നെ ധിക്കരിക്കാൻ നിനക്കൊരു നാണവുമില്ലടാ എന്ന് പടച്ച റബ്ബനോട് ചോദിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അദ്ദേഹം പറയാൻ, നീ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ആളുകളിൽ നിന്ന് നീ മറച്ചുവെച്ചു, എന്റെ അടിമകളിൽ നിന്ന്, എന്റെ സൃഷ്ടികളിൽ നിന്ന് ആ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മറച്ചുവെച്ചു. എന്നിട്ട് പാപക്കറകളുമായി എന്റെ മുമ്പിലേക്ക് നീ വന്നോ? അതിന് മാത്രം ധൈര്യം ഉണ്ട് എനിക്ക് എന്ന് അല്ലാഹു ചോദിക്കുന്നാൻ. അദ്ദേഹം പറയാണ്, ഇങ്ങനൊരു ചോദ്യം എന്റെ റബ്ബനോട് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരാ ഉണ്ടാവുക? അല്ലാഹുവേ, അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളോട് നീ ചോദിക്കരുതേ, അതിനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുതേ റബ്ബേ, അത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല റബ്ബേ. ഇവിടെ പ്രഖ്യാപനമാകണം അത്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഉസല്ലിൻ നഫ്സ ബിൽ ആമാലി മിൻ ഹീനിൻ വലാ ഹീനിൻ. ഓരോരോ ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ കഴിയുമ്പോൾ അടുത്ത ആഗ്രഹങ്ങളുമൊക്കെ ആയിട്ട് എന്റെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. വഅൻസാ മാ വറാഅൽ മൗത്ത് മാദാ ബഅദു തക്ഫീനി. മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി. മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ആ ദിവസത്തെ ഞാൻ മറന്നുപോയി, ആ സമയത്തെ ഞാൻ മറന്നുപോയി. വമാദാ ബഅദു തക്ഫീനി. ആ മരണത്തിന് ശേഷം എനിക്ക് മതിയാകുന്നതായിട്ട് എന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ സമ്പാദ്യമാണുള്ളത്. വജാഅത് സക്രത്തുൽ മൗതു ശദീദതു മൻ സയഹ്മീനി. ഏറ്റവും കഠിനമായ സക്രാത്തുൽ മൗത്ത് പിടിപെടുമ്പോ ആരാണ് എന്നെ ഒന്ന് സമാശ്വസിപ്പിക്കാനുള്ളത്? ആരാണ് എനിക്കൊരാശ്വാസത്തിന്റെ വാക്ക് പകരാനുള്ളത്? നളർത്തു ഇലൽ വുജൂഹി അലൈസ മിൻഹും മൻ സയഫ്ദീനി. എന്റെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ ഞാൻ നോക്കി, ഒരാൾ പോലും കാരുണ്യത്തിന്റെ കരങ്ങൾ എനിക്ക് നേരെ നീട്ടിയില്ല എന്നാണ്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനൊരു ചോദ്യം അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ, തെറ്റുകുറ്റങ്ങളുമായി പാപക്കറകളുമായി നീ എന്റെ മുമ്പിൽ വന്നോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ മാറി നിൽക്കൂ എന്ന് പടച്ച റബ്ബ് പറയുന്ന കൂട്ടത്തിൽ ഞാനോ നിങ്ങളോടെങ്കിൽ ഈ റമദാനൊക്കെ എന്തിനെ നമ്മൾ ജീവിച്ചത്? ഈ റമദാനിലൊക്കെ നമ്മൾ ഉണ്ടായിട്ട് എന്തേ കാര്യം? അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് കിതാതു ഖൽബി. മോളെ ഫാത്തിമ, നീ എന്റെ ഹൃദയത്തിന്റെ കഷ്ടമാണ്, കരളിന്റെ കഷ്ടമാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ്. എന്നിട്ട് ഈ നഫ്സിക്ക് മിനന്നാർ, പക്ഷേ മോളെ എന്റെ ശരീരം, എന്റെ തടി നരകത്തുനിന്ന് നീ തന്നെ കാത്തുകൊള്ളണം. അവിടെ ഒരാൾക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ആ ദിവസത്തിൽ അപമാനിതരാകാതിരിക്കാൻ പാപമോചന പ്രാർത്ഥനകളുമായി അള്ളാഹുവിലേക്ക് നമ്മൾ ചെല്ലുക. അള്ളാഹുവിന് അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്ന ആളുകളെ, അതേപോലെ തന്നെ ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മതൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഈ ലോകത്ത് ജനിച്ചു വീണ ഏതൊരാളും ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അവരെല്ലാവരും തിരിച്ചു പോകേണ്ടവരാണ്. ആ മടക്കയാത്രയിൽ സമാധാനത്തോടെ ശാന്തിയോടെ തിരിച്ചു പോകണമെങ്കിൽ പാപങ്ങളില്ലാത്ത ഹൃദയവുമായി അതിനുവേണ്ടി റെഡിയായിരിക്കണം. മരണത്തിന് വേണ്ടി റെഡിയായിരിക്കാം. ഇപ്പോ മലക്കുൽ മൗത്ത് വന്നാലും എനിക്ക് പേടിയില്ല, ഇപ്പോ എന്റെ മരണമാണെങ്കിലും എനിക്ക് ബേജാറില്ല എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ നമ്മൾ ചിന്തിക്കുക. ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക, എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇന്നാണ് എന്റെ മരണം എന്നുണ്ടെങ്കിലും എനിക്ക് പേടിയില്ല. അങ്ങനെ പറയാൻ പറ്റുന്നൊരവസ്ഥ നമുക്കില്ല എങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ്. നമുക്കൊരുറപ്പില്ല, നമ്മുടെ കാര്യത്തിലൊരു ഉറപ്പില്ല. അള്ളാഹുവിന്റെ മലക്കുകളുടെ ആശംസാവാക്യങ്ങൾ കേട്ട് തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ക്ലിയറാവണം, തെറ്റുകുറ്റങ്ങളില്ലാതാകണം, നന്മകൾ ധാരാളമാക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമണഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് ആ നിലക്ക് പിരിഞ്ഞു പോകാൻ, മടങ്ങിപ്പോകാൻ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ അടിമകളോടൊപ്പം നിനക്ക് പ്രവേശിക്കാം, എന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ, ശാന്തിയുടെ, ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ട് തിരിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിനുവേണ്ടിയുള്ള പണിയെടുക്കലുകൾ നമ്മൾ നടത്തണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് തന്നത് റമദാൻ. പാപങ്ങൾ കഴുകിക്കളയാൻ, നന്മകൾ ധാരാളമാക്കി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണല്ലോ നമുക്ക് തന്നത്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, റമദാനിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, നോമ്പിന്റെ പവിത്രതകൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പുകാരനായിരിക്കപ്പോലും ഈ റമദാനിൽ പോലും ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം പലപ്പോഴും നമുക്കുണ്ടാകാൻ. ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുന്നത്. ഒരു നമസ്കാരവും നമുക്ക് നഷ്ടമാകരുത്. ആ നിലക്ക് നമ്മുടെ യാത്രകളെയും മറ്റൊക്കെ നമ്മൾ ക്രമീകരിക്കുകയാണ് വേണ്ടത്. ചില ആളുകളൊക്കെ ചില പണ്ഡിതന്മാരോട് സംശയം ചോദിക്കാനുണ്ട്. ഞാൻ ട്രിപ്പൊക്കെ പോണ ഒരാളാണ്, അപ്പൊ റമദാനാവുമ്പോ അതിന്റെ ക്രമം എങ്ങനെ? ആ റമദാനാവുമ്പോ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക എന്ന രീതിയിലുള്ള ഒരു ചിന്ത പോലും വരുന്നില്ല എന്നുള്ള. ഞാനൊരാളോട് ഒരാവശ്യത്തിന് പോകണം, അയാളെയും കൂട്ടി എനിക്കൊരു സ്ഥലത്ത് പോകണം, ആവശ്യമുണ്ട്, അത്യാവശ്യമില്ല, നോമ്പ് കഴിഞ്ഞാലും മതി പറഞ്ഞോ. അതെ, ഞാൻ ഏതായാലും റമദാൻ കഴിയട്ടെ, റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ആ രീതിയിൽ നമുക്ക് തള്ളിമാറ്റാൻ പറ്റുന്ന സംഗതികൾ റമദാനിന് ശേഷത്തേക്ക് മാറ്റിയിട്ടാണെങ്കിലും നമ്മുടെ യാത്രകൾ, നമസ്കാരങ്ങൾ നഷ്ടമാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് പലപ്പോഴും എന്താ സംഭവിക്കുക, പല പല അനാവശ്യമായ യാത്രകൾക്ക് വേണ്ടി, ട്രിപ്പുകൾക്ക് വേണ്ടി, ഡ്രസ് എടുക്കാൻ വേണ്ടി, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നമസ്കാരത്തെ, ജമാഅത്തുകളെ, നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ. പലപ്പോഴും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ മൊബൈൽ. സകലമാന തോന്നിവാസങ്ങളും ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി മൊബൈൽ മാറി. അവിടെ നിയന്ത്രണമുണ്ടോ?
നമ്മളൊന്ന് ഓതാൻ വേണ്ടി ഇങ്ങനെ ഖുർആൻ ഒരു മെസ്സേജ് വന്നു, അതൊന്നാണ് നോക്കി, അതിന്റെ ചോട്ടിൽ വേറൊന്ന് വന്നു അല്ലേ? മണിക്കൂറുകളോളം നഷ്ടപ്പെട്ടത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗൗരവകരമായ ചിന്ത ഉണ്ടാകണം. നമ്മുടെ റമദാനിനെ നഷ്ടപ്പെടുത്തി കളയുന്ന, നോമ്പുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ പലപ്പോഴും സങ്കടകരമായുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ റമദാനിന്റെ ചൈതന്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ആളുകൾ, വിശ്വാസികൾ, വിശ്വാസിനികൾ റമദാനിൽ പോലും, പള്ളികളിൽ വരുമ്പോൾ പോലും അവരുടെ വസ്ത്രധാരണങ്ങൾ വളരെ മോശമാണെന്നുള്ളതാണ്. നിര്യാണിക്ക് താഴെ പാന്റ്. തറാവീഹ് നമസ്കാരത്തിൽ പോലും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യതാണ്. നിര്യാണിക്ക് താഴെയാണ് അവരുടെ വസ്ത്രം. അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളികളിലേക്ക് വരുമ്പോൾ പോലും അലങ്കാരത്തിന്റെ അടയാളങ്ങളുമായിട്ട് വരും. അതെന്താ, ആൾക്കാരെ കാണിക്കാനുള്ള എന്തോസേനാണ്? ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. മേക്കപ്പൊക്കെ ഇട്ട്, അതിന് മേലെ വേറെ പുട്ടിയൊക്കെ ഇട്ട്, അതിന് മേലെ പെയിന്റൊക്കെ അടിച്ചിട്ടാണ് പല ആളുകളും പള്ളികളിലേക്ക് പോലും വരുന്നതെന്നാ. ഗൗരവത്തോടുകൂടി ആലോചിക്കണം. നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന, റമദാനിന്റെ പവിത്രതകളെ ഇല്ലാതാക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതിന്റെ മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള വിഷയ, റമദാനിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തി കളയുന്ന, പ്രവർത്തനങ്ങളുടെ പവിത്രതകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില കാര്യങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? നോമ്പുതുറകൾക്ക് വേണ്ടി പ്രത്യേകമായി ഏരിയകൾ ഉണ്ടാക്കാൻ, നോമ്പുതുറ നടത്തുന്നതിന്റെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് പറയുന്നത്, ഇവിടെ ഒരു ഓഫറുണ്ട്, ബൊഫയാണ്, റമദാൻ ബൊഫയാണ് അല്ലേ എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ ഇപ്പൊ തന്നെ വന്നു തുടങ്ങാൻ. അതിനുവേണ്ടി പ്രത്യേകമായ ആളുകൾ, യൂട്യൂബർമാരെന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ അതിനുവേണ്ടി ക്യാമറയും തൂക്കി നടക്കാൻ. ഒരു ഔചിത്യബോധവുമില്ലാത്ത കുറെ ആളുകളുണ്ട്. മരണ വീടാണോ, അതേപോലെ തന്നെ കല്യാണ വീടാണോ, പള്ളിയാണോ, പള്ളിക്കാടാണോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എവിടെയും പോയി ക്യാമറയും തൂക്കി വീഡിയോ എടുത്തിറക്കണ കുറെ ആൾക്കാർ. അവര് ഇന്നിറങ്ങി ഓരോ സ്ഥലത്തും പോവാൻ. ഇവിടെ എന്താ മെനു, ഇവിടെ അതുണ്ട്, ഇതുണ്ട് അല്ലെ? ഇത് കണ്ട് കുറെ ആൾക്കാർ അതിന് പോവുകയാണ്. അവിടെ മഗ്‌രിബിന്റെ ജമാഅത്ത് അവർക്ക് കിട്ടുന്നുണ്ടോ? ആ നോമ്പ് തുറകൾക്ക് വേണ്ടി പല ഇടങ്ങളിലായി പരന്നു കിടക്കുന്ന ഹോട്ടലുകളിൽ ബൊഫേകൾ തേടി പോകുന്ന ആളുകൾക്ക് അന്നത്തെ മഗ്‌രിബിന്റെ ജമാഅത്ത് കിട്ടുന്നുണ്ടോ? അന്നത്തെ തറാവി അവർക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ പരിശോധിക്ക്. ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകരുത് അല്ലേ? കറക്റ്റ് തറാവി നടക്കുന്ന സമയത്താണ് നമ്മളെ നാട്ടിലൊക്കെ കുൽക്കി സർവത്ത് തുടങ്ങണത്. ഇവിടെ തറാവിയാണ്, തക്ബീർ ഇട്ടി അവിടെ കുൽക്കി സർവത്താണ് തുടങ്ങും. എന്നിട്ട് അന്ന് തറാവിയില്ല. അതിന്റെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നോമ്പ് നോറ്റിരിക്കുന്ന ആളുകൾ അവരുടെ വയറ്റിലേക്ക് ഇത്തരത്തിലുള്ള ഗ്യാസുള്ള, അതേപോലെ തന്നെ എരിവുള്ള, ആസിഡുള്ള സംഗതികളൊക്കെ അവരുടെ വയറ്റിലേക്ക് എത്തിയാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ. കഴിഞ്ഞ വർഷം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വോയിസ് തന്നെ വന്നിരുന്നു. അതൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ ഏറ്റവും മഹനീയമായ അനുഗ്രഹത്താൽ റമദാൻ മാസം പള്ളികളിൽ ആളുകൾ തടിച്ചുകൂടി നമസ്കാരങ്ങൾ നടക്കുമ്പോ ഓരോരോ സ്ഥലങ്ങളിൽ ഫുഡ് സ്പോട്ടുകൾ, അല്ലെ, പുതിയ പേരൊക്കെ ഇട്ടിട്ട് ഫുഡ് സ്പോട്ട് അങ്ങനെ തെരഞ്ഞു നടക്കാൻ ഓരോ സ്ഥലങ്ങളിലും അതിനുവേണ്ടിയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവാക്കളെ, യുവതികളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ നോമ്പ്, നമ്മുടെ റമദാൻ അത്തരത്തിലുള്ള ഒരു ഫുഡ് സ്പോട്ടും കൊണ്ടുപോകരുത്. ഒരു ഫുഡ് സ്പോട്ടിലും നമ്മുടെ റമദാൻ കൊണ്ട് നമ്മൾ കൊടുക്കരുത്. ഇങ്ങനെ തിന്ന് നടക്കുക. ചില ആടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ റോട്ടിൽ ഇറങ്ങിയാൽ അവിടെ ഒന്ന് കണ്ട അതൊന്ന് കടിച്ച്, അവിടെ ഒരു പോസ്റ്റർ കണ്ട അതൊന്ന് തിന്ന്, അവിടെ ഒരു കവർ കണ്ട അതൊന്ന് കടിച്ചു നോക്കി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തെണ്ടി നടക്കുക, കൊണ്ട് തിന്നുക. പഴയ ആൾക്കാർ പറയും നടന്ന് തിന്നുക, അതൊക്കെ ഒരു ട്രെൻഡ്. എന്നിട്ട് അതിന് വീഡിയോ എടുത്തിടുക. റമദാനിന്റെ രാത്രികളെ പള്ളികളിലിരുന്ന്, വീടുകളിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് അതിൽ മത്സരിച്ച മുൻഗാമികളെ അനുസ്മരിക്കുന്ന നമ്മളെ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഇടുക. ഓരോരോ സ്ഥലങ്ങളും കയറി ഇറങ്ങി നിരങ്ങി നടന്നിട്ട് തിന്ന് കൂട്ടുക. ആരെ കാണിക്കാനാണിത്? ആർക്ക് വേണ്ടിയാണിത്? പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ സമയത്തിന്റെ, ഈ സമ്പാദ്യത്തിന്റെ പേര് മറുപടി നമ്മൾ പറയേണ്ടി വരും. അനക്കൊക്കെ എന്തേ ഒരു റമദാൻ കിട്ടിയിട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാനൊരു 10-25 ഹോട്ടലുകളിലെ ബൊഫെ ടേസ്റ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്തേ നീ രാത്രി ചെയ്തത്? റമദാനിന്റെ രാത്രികൾ നിനക്ക് എന്തായിരുന്നു പണി എന്ന് ചോദിച്ചാൽ ഞാനൊരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക്, ഒരു കുലുക്കി സർവത്തിൽ നിന്ന് അടുത്ത കുലുക്കി സർവത്തിലേക്ക് ഞാൻ ഓടുകയായിരുന്നു റബ്ബേന്ന് അവന് മറുപടി പറയേണ്ടി വരും. അത് പറയാതെ അള്ളാഹു ഒരാളെ മുന്നോട്ട് കടക്കാൻ അനുവദിക്കൂലെന്നാ. അവന്റെ സമയത്തെക്കുറിച്ച്, അവന്റെ സമ്പാദ്യത്തെക്കുറിച്ച്, അവന്റെ ആയുസ്സിനെ കുറിച്ച് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല.
അതുകൊണ്ട് ഈ റമദാനൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന ഒരു അവസര. കുലുക്കി സർവത്തൊക്കെ നമുക്ക് പിന്നെയും കുടിക്കാം, ബൊഫയൊക്കെ പിന്നെയും ഉണ്ടാവും. പക്ഷേ റമദാൻ ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ, അത് നമുക്ക് പിന്നെ തിരിച്ചു കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക. അതിന്റെ പ്രചാരകരും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരോന്ന് ചിന്തിക്കുക. വെറുതെ ആളുകളെ ഫസാദിലാക്കി പയപ്പിച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക. ജനങ്ങളെ വെറുതെ ഫസാദിലാക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ്, റമദാൻ തുടങ്ങിയ പിന്നെ യാചനയുടെ ആളുകൾ. യാചന, ഓരോ വീട്ടിലും കയറിയിറങ്ങി ഇങ്ങനെ പൈസ ചോദിച്ചു നടക്കുന്ന വലിയ ഒരു അപമാനകരമായ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് മറിച്ച് അതിന് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ആ പരിഹാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. സക്കാത്തിന്റെ പരിഹാരമുണ്ട്, സക്കാത്തുണ്ട്. അതേപോലെ തന്നെ പള്ളികൾ, ബൈത്തുൽ മാലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വതക്ക സംവിധാനങ്ങളുണ്ട്. നമ്മളെ റമദാനിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ പല ആളുകൾക്ക് വേണ്ടി നമ്മൾ പിരിവ് നടത്താറുണ്ട്. അതിൽ പൈസ ഇടുന്ന ആളുകളൊന്നും അതാർക്കാ കൊടുക്കുന്നതെന്ന് പലപ്പോഴും അറിയുന്നില്ല. അവരുടെ അഭിമാനത്തിന് യാതൊരു ശ്രദ്ധവും ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ അടുക്കലേക്ക് വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ആവശ്യം? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ടൊരു കത്ത് കൊടുത്തോളി. നിങ്ങളുടെ കാര്യം വളരെ ജനുവിനാണ് എങ്കിൽ, ആള് വന്ന് അന്വേഷിച്ച് ഓക്കെയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു 1000 വീട് കയറി ഇറങ്ങുന്നതിനെക്കാട്ടി എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ഒരു പൈസ അവിടെ നിന്ന് കിട്ടും. ആ സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ വീടുകൾ തോറും കയറിയിറങ്ങി യാചിക്കുന്ന പണി അത് നമ്മൾ നിർത്തണം, അത് നമ്മൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട്, അവിടേക്ക് നമ്മൾ ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, നോമ്പുകൾ, നമസ്കാരങ്ങൾ എല്ലാം തന്നെ അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളുടെ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിന്റെ മുഴുവൻ നന്മകളും ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റമദാനിന്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر لنا ولوالدينا ولجميع المسلمين والمسلمات. اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا. اللهم عليك من أرادنا وأراد مقدساتنا بسوء فأشغلهم في نعيم. اللهم انصر من نصر الدين واخذلهم من خذل الإسلام والمسلمين. اللهم أصلح ذات بيننا. اللهم إنا نسألك الجنة وما يقرب إليها من قول وعمل، ونعوذ بك من النار وما يقرب إليها من قول وعمل. اللهم فرج هم المهمومين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم يسر حسابنا ويمن كتابنا. اللهم يسر حسابنا ويمن كتابنا. اللهم اجعلنا لك ذكارين ولك شكارين وإليك منيبين مخبتين أوابين إلى ما سرنا ما صاروا إلينا تحت الجنادر والتراب وحدنا برحمتك يا رحمن الرحيم يا ذا الجلال والإكرام. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه. وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر